നമസ്കാരം. ഇന്ന് നമ്മൾ രക്ഷാകർതൃത്വവും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് മിക്കവാറും എല്ലാ മാതാപിതാക്കൾക്കും പരിചിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടിയോട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു വല്ലാത്ത കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇത് വളരെ സാധാരണയായി സംഭവിക്കുന്ന അതേസമയം ഒരുപാട് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിലെ യഥാർത്ഥ പ്രശ്നം നിങ്ങളോ നിങ്ങളുടെ കുട്ടിയോ അല്ല എങ്കിലോ? അതെ, യഥാർത്ഥ പ്രശ്നം നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വൈകാരികമായ പൊട്ടിത്തെറികൾക്ക് പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് നോക്കാൻ പോകുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ തലയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ 2 കളിക്കാരുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഇമോഷണൽ ബ്രെയിൻ അഥവാ വൈകാരികമായ തലച്ചോർ. 2 ലോജിക്കൽ ബ്രെയിൻ അഥവാ യുക്തിപരമായ തലച്ചോർ. ഇവിടെ നോക്കൂ, ഈ 2 തലച്ചോറുകളും തമ്മിൽ ഭയങ്കരമായ ചില വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം അതിൻ്റെ വേഗതയാണ്. നമ്മുടെ വൈകാരിക തലച്ചോറ് അതായത് ഇമോഷണൽ ബ്രെയിൻ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ പ്രതികരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു റിയാക്ഷനാണ്. പക്ഷേ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ അഥവാ യുക്തി വെച്ച് പ്രതികരിക്കുന്ന തലച്ചോറിന് പ്രവർത്തിക്കാനായിട്ട് സെക്കൻഡുകൾ വേണം. കാരണം അത് ചിന്തിച്ച ശേഷമാണ് പ്രവർത്തിക്കുക. ഒന്ന് ഭയവും ദേഷ്യവുമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ മറ്റേതിനെ നിയന്ത്രിക്കുന്നത് യുക്തിയും ചിന്തയുമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ മില്ലി സെക്കൻഡുകളും തമ്മിലുള്ള ആ ചെറിയൊരു ഗ്യാപ്പിലാണ് ശരിക്കുമുള്ള പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ഒന്ന് ചിന്തിച്ചു വരും മുമ്പേ തന്നെ ഇമോഷണൽ ബ്രെയിൻ കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടാകും. അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്. ഇനി അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വികാരങ്ങൾ നമ്മുടെ തലച്ചോറിനെ മൊത്തത്തിൽ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായൊരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ ഇപ്പോൾ കുട്ടിയോട് TV ഓഫാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ കുട്ടി പറയുന്നു ഇല്ല. ആ ഒറ്റൊരു വാക്ക് നമ്മുടെ ഇമോഷണൽ ബ്രെയിനിനെ ഒന്ന് പിടിച്ച് കുലുക്കും. കാരണം ആ ഇല്ല എന്ന വാക്കിനെ നമ്മുടെ തലച്ചോറ് കാണുന്നത് ഒരു ഭീഷണിയായിട്ടാണ്. ഒരു പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന ഭയം, അല്ലെങ്കിൽ കുട്ടി ധിക്കാരം കാണിക്കുന്നു എന്ന തോന്നൽ. ഇതെല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ഉണരും. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ലോജിക്കൽ ബ്രെയിനിന് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം പ്രതികരിച്ചു തുടങ്ങും. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ശബ്ദം അറിയാതെ തന്നെ ഉച്ചത്തിലാകും, പിന്നെ പേശികളെല്ലാം വലിഞ്ഞു മുറുകും. ഇതിനെയാണ് അമിഗ്ഡല ഹൈജാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വൈകാരിക തലച്ചോറ് അത്രയധികം ശബ്ദമുണ്ടാക്കുമ്പോൾ നമ്മുടെ യുക്തിപരമായ തലച്ചോറ് താൽക്കാലികമായി ഓഫായി പോകുന്നു. അതുകൊണ്ടാണ് ദേഷ്യത്തിൽ നമ്മൾ പലതും പറഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിനെ മുഴുവനായി മാറ്റിയെടുക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഒരേയൊരു വഴി. അതിനായി ആദ്യം കുട്ടികളുടെ തലച്ചോർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ വൈകാരിക ബുദ്ധി നമ്മുടെ പോലെ തന്നെ വളരെ ശക്തമാണ്. അത് പൂർണ്ണമായി ആക്റ്റീവുമാണ്. ദേഷ്യവും നിരാശയും സങ്കടവുമെല്ലാം അവർക്കും നമ്മെപ്പോലെ വളരെ തീവ്രമായി അനുഭവപ്പെടും. എന്നാൽ അവരുടെ യുക്തിബുദ്ധിയുടെ കാര്യമോ? അത് നമ്മുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയുടെ യുക്തിപരമായ ബുദ്ധി അഥവാ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പൂർണ്ണ വളർച്ചയെടുക്കാൻ ഏകദേശം 25 വയസ്സുവരെ എടുക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അതുവരെ കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ യുക്തി ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണ്? ഇത് ഒരു മുതിർന്ന വ്യക്തിയും ഒരു കുട്ടിയും തമ്മിലുള്ള പോരാട്ടമല്ല. 2 വൈകാരിക തലച്ചോറുകൾ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് യുക്തിപരമായി പെരുമാറാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിന് കഴിയുക? തീർച്ചയായും ആ ഉത്തരവാദിത്വം മുതിർന്നവർക്കാണ്. ആ സാഹചര്യത്തിൽ അവിടെയുള്ള ലോജിക്കൽ ബ്രെയിനായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം മുതിർന്നവരായ നമുക്കാണ്. കാരണം നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പൂർണ്ണമായി വികസിച്ചതാണ്. എത്ര മോശമായ സാഹചര്യമാണെങ്കിലും നാം തയ്യാറാണെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായും ശരിയാക്കിയെടുക്കാൻ സാധിക്കും.
അതിനൊരു 4 സ്റ്റെപ്പുകളുള്ള ഒരു ന്യൂറോളജിക്കൽ ടെക്നിക്കുണ്ട്. വളരെ ലളിതമെന്ന് തോന്നുന്ന എന്നാൽ അതിശക്തമായൊരു ടെക്നിക്ക്. ഒന്നാമതായി, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് അവിടെ നിർത്തുക. ഒന്നും പറയാനും ചെയ്യാനും പാടില്ല. രണ്ടാമതായി, ആഴത്തിൽ 3 ദീർഘശ്വാസം എടുത്തു വിടുക. മൂന്നാമതായി, സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇപ്പോൾ ഞാൻ വൈകാരികമായാണോ അല്ല യുക്തിപരമായാണോ പെരുമാറുന്നത് എന്ന്. നാലാമതായി, കുട്ടിയോട് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചു നോക്കുക. ദീർഘശ്വാസം എടുക്കുമ്പോൾ ഇമോഷണൽ ബ്രെയിൻ ശാന്തമാകുകയും ലോജിക്കൽ ബ്രെയിൻ പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കുറച്ചുകൂടി നന്നായി പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണ്? നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ കുട്ടികളെയല്ല, നമ്മളെ തന്നെയാണ്. കാരണം കുട്ടികൾ എല്ലാം പഠിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ്. നമ്മൾ ശാന്തമായി പെരുമാറുന്നത് കാണുമ്പോൾ അവരുടെ നെർവസ് സിസ്റ്റവും ശാന്തമാകാൻ പഠിക്കും. നമ്മൾ അവർക്കൊരു മാതൃകയാകുകയാണ്. കുറച്ചുകൂടെ കാര്യബോധത്തോടെ പെരുമാറണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന നിമിഷം മുതൽ കുട്ടികളോടുള്ള നമ്മുടെ സമീപനം തന്നെ മാറാൻ തുടങ്ങും. നമ്മിലുള്ള മാറ്റം പതിയെ നമുക്ക് നമ്മുടെ കുട്ടികളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, ആദ്യം മാറേണ്ടത് കുട്ടികളല്ല, നമ്മൾ മുതിർന്നവരാണ്. ഇനി അടുത്ത തവണ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തോന്നലുണ്ടാകുമ്പോൾ ആരെയാണ് നിങ്ങൾ നിയന്ത്രണം ഏൽപ്പിക്കാൻ പോകുന്നത്? പെട്ടെന്ന് പ്രതികരിക്കുന്ന നിങ്ങളുടെ വികാരങ്ങളെയോ അതോ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ യുക്തിപരമായ മനസ്സിനെയോ? ഓർക്കുക, ആ ഒരു ഇടവേള പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ ആ ഒരു സാഹചര്യം മാത്രമല്ല മാറ്റിയെടുക്കുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ആവശ്യമുള്ള ഒരു വലിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുക കൂടിയാണ്. കുട്ടികൾ വാശിയും ദേഷ്യവുമെല്ലാം കാണിക്കുമ്പോൾ അവരുടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കോർട്ടിസോൾ പോലുള്ള വിവിധ ഹോർമോണുകൾ ബുദ്ധിയെയും വികാരങ്ങളെയും എല്ലാം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദമായി മനസ്സിലാക്കാം.